ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ചരിത്രാതീത കാലത്ത് ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ആ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. അവിടെ കൊടക്കൽ പറമ്പിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇത് പഴയ കാലത്ത്, അതായത് പ്രാചീന മഹാശിലായുഗത്തിൽ മൃതശരീരങ്ങൾ അടക്കം ചെയ്തിരുന്നതോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിരുന്ന സ്മാരകങ്ങളാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാഴ്ച കാണുക. അപ്പോൾ എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിൻ്റെ കുടക്കൽ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇതേപോലെ നമ്മുടെ തനതായ പൈതൃകത്തിനെ പറ്റി ഞാൻ ധാരാളം വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ വീഡിയോ ഇടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ സഞ്ചരിക്കുക, ഈ കാഴ്ചകളൊക്കെ കാണുക, നമ്മുടെ നാടിനെ പറ്റി അറിയുക, നമ്മുടെ സംസ്കൃതി സംസ്കാരം എന്താണെന്ന് അറിയുക. പുതുമേനെ മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അതിൽ കൂടെ നമ്മുടെ പഴയ കാലത്തെ ചരിത്രം എന്താണെന്നും കൂടി അറിഞ്ഞിരിക്കുന്നത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു ഊർജ്ജം നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയണം. എല്ലാവർക്കും എല്ലാ സ്ഥലത്തും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതേപോലെയുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുക. നിങ്ങൾ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവർക്കായി പകർത്തുക. അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ. അപ്പോൾ എനിക്ക് ഇനിയും ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഇരുന്ന് നോക്കിയതെട്ടോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ സുഖമായിരുന്നു. എനിക്കായിട്ട് കേട്ട് പറ്റുന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ക്യാമറാമാൻ രാകേഷിനോടൊപ്പം നിങ്ങളുടെ അമ്മൂസ്. കുടക്കല്ല് പറമ്പ് എന്നാണ് കേട്ടോ ഈ സ്ഥലം അറിയപ്പെടുന്നത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കടങ്ങോട്ട് ഗ്രാമപഞ്ചായത്തിലെ ചിറമനങ്ങാട് വെള്ളറക്കാട് ആണ് കേട്ടോ ഈ സ്ഥലം. ഇവിടെ കുറച്ച് സ്ഥലത്ത് 69 മെഗാലിത്ത് സ്മാരകങ്ങളാണ് കാണപ്പെടുന്നത്. തൊപ്പിയുടെ ഷേപ്പിലും, അതായത് തൊപ്പിക്കല്ല് എന്നാണ് അതിന് പറയുന്നത്, കുടക ഷേപ്പിലും, പിന്നെ മൂടിയിട്ടേണ പോലുള്ള കല്ലുകളുടെ ഷേപ്പിലും, വൃത്താകൃതിയിലുള്ള ഇതും, അങ്ങനെ പലതരത്തിലുള്ള ശവകുടീരങ്ങൾ കാണാം. ഇത് ശവകുടീരാണെന്നാണ് പറയുന്നത്. ചരിത്ര ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഇത് ക്രിസ്തുവിനും 2000 വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം ഈ സ്മാരകങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഇപ്പോൾ കേന്ദ്രീകൃത സംരക്ഷിത സ്മാരകമാണ്, അതായത് നാഷണൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ വൃത്തിയിൽ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അടിച്ച് വാരി ഇലയൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയിൽ വെട്ടിയൊരുക്കി സംരക്ഷിച്ചിട്ടുണ്ട്. നല്ല കാറ്റും അടിക്കുന്നുണ്ട്. ചൂട് ഉച്ചനേരമാണെങ്കിലും അതുകൊണ്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല. കണ്ടില്ലേ, പലതരം കല്ലുകൾ. ഇതിനൊക്കെ ഓരോ കഥകൾ പറയാണ്ടാവില്ലേ, നമ്മുടെ പിതാമഹന്മാരുടെ കഥകൾ. ഇവിടെ എന്തോ വലയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുളം എന്താണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേ ഞങ്ങളൊരു ഫാമിലീനെ കണ്ടിട്ട് അവിടെ ദൂരെയായിട്ട് ഒരു ഫാമിലീന് പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പം നമുക്ക് അവരുടെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. എടുക്കാമോ? അത് യൂട്യൂബിൽ വരും കേട്ടോ. Carry on, carry on. ഭൂമി എന്നാണോ പേര്? എന്താ, എത്രയല്ലേ പഠിക്കുന്നത്? LKG ഒക്കെ ആയോ? ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. എന്നെ കൊണ്ടുപോകണില്ല, അവർ സ്കൂളിൽ കൊണ്ടുപോകില്ല. അതെയോ? എന്നാ ഇനി പാടിക്കോളൂ. മൈക്കുണ്ടോ? യാ യാ യാ, ഗ്രേറ്റ്.
നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും എന്നെ ഫോളോ ചെയ്യുക. ഉണ്ടോ ഓരോ തരം കല്ലുകൾ, ഇതെങ്ങനെയാണ് അവരൊക്കെ ഒതുക്കി വെച്ചേക്കണേന്ന് അറിയില്ല. ഇതൊക്കെ കാണുമ്പോൾ UK-യിലത്തെ സ്റ്റോൺ ഹെഞ്ചിൽ പോയ കാര്യമാണ് ഓർമ്മ വരുന്നത്. അവിടെ ഇതേപോലെ കുറേ കല്ലുകൾ പ്രത്യേക രീതിയിലൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. വലിയ കൂറ്റൻ കല്ലുകളായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ അതും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കാം. അതിനെപ്പറ്റിയൊക്കെ ഞാൻ യൂറോപ്പിലെ യാത്രാവിവരത്തിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ കാണുക. അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പല സ്ഥലത്തും പല കാര്യങ്ങളുണ്ട്. അത് പലരും അറിയാതെ പോവാണ്. ഞാൻ തൃശ്ശൂർക്കാരിയായിട്ടും ഒരു കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഒരാൾ കുട്ടീനെയും കൊണ്ട് പോണുണ്ട്. അങ്ങനെ കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ട് ഇവിടെ. എന്താ പേര് പറഞ്ഞ? അഞ്ജുഷ. ഇയാളോ? കാർത്തിക. ഞാൻ പെരിങ്ങോട് തന്നെയാണ്. നാഗലശ്ശേരിക്ക് ഒരു 3 കിലോമീറ്റർ ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്താ ഇയാളുടെ പേരെന്താ? ഇയാളുടെ പേരെന്താ? മോന്റെ പേരെന്താ? ഹരിഗോവിന്ദൻ വി. എന്നൊരു പാട്ട് പാടുന്ന നല്ല പാട്ട് പാടും. ഇഷ്ടമുള്ള പാട്ട് പാടിക്കോളൂ. നാളെ വന്നിട്ടാന്ന് മറന്നു പോയി. പിന്നെ കുറച്ച് നേരമായിട്ട് സംസാരിച്ചിരുന്നു. ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. ഒരു കുറച്ച് ദൂരത്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ വളരെ നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമാണ് കാണാൻ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു അനിമലിൻ്റെ ചായ തോന്നുന്നില്ലേ? ഇവിടെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ശിലയുഗ പ്രദേശം ചേരാമാങ്ങാട്, തൃശ്ശൂർ ജില്ല. പ്രാചീന കാലത്തെ ജനങ്ങൾ മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനോ മരിച്ചവരുടെ സ്മരണയ്ക്കായോ വലിയ കല്ലുകൾ നാട്ടിയിരുന്നു. ഈ കാലഘട്ടമാണ് മഹാശിലയുഗമെന്ന് അറിയപ്പെട്ടിരുന്നത്. ഇതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ വായിക്കാം കേട്ടോ. റൂട്ട് മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല കാറ്റിട്ടാ, നല്ല സുഖകരമാണ്. ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കൊന്നും അധികം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിൻ്റെ ഭംഗി, പ്രകൃതിയുടെ ഭംഗി നിലനിൽക്കുന്നുണ്ട് ഇവിടെ. കണ്ടു എന്ത് മനോഹരമായ കാഴ്ചകളല്ലേ. കൺസ്ട്രക്ഷൻ വർക്ക് നിയമം മൂലം നിരോധിച്ചേക്കാണ് ഇവിടുന്ന്. അത് കാരണം ചില വീട്ടുകാരൊക്കെ ഒഴിഞ്ഞു പോയി എന്നൊക്കെ പറയണ കേട്ടു. സമയം 1:30 എടുക്കുന്നു. അപ്പോൾ വിശക്കുന്നുണ്ട്. ഇനി വല്ല സ്ഥലമൊക്കെ കണ്ടെത്തി പിടിക്കട്ടെ. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത് വരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, നിങ്ങളുടെ അമ്മു PM കോങ്ങാട്ടിൽ.